വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു എന്നത് ശരിയല്ല, അവസ്ഥാപരമായി ശരിയല്ല എന്നൊക്കെയാണ് മന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞത്. അതെങ്ങനെയാണ് മന്ത്രിക്കത് ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇത് പറയുന്നു എന്ന കാര്യം അറിയില്ല. വിപിൻ, എന്തായാലും സംസ്ഥാനത്ത് ആവർത്തിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ ഈ ഒറ്റൊരാഴ്ചയിൽ അല്ല ഒന്നൊന്നര ആഴ്ചയിൽ മാത്രം 3 മരണങ്ങൾ നമ്മൾ കണ്ടതാണ്. 9 ദിവസങ്ങളിൽ 6 മരണങ്ങളെന്ന് പി വി അൻവർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ എന്നോ ഉയർന്നു വേണ്ട പ്രതിഷേധം തുടങ്ങി വെക്കുകയാണോ ഡി എം കെ? വിപിൻ, ഈ പ്രതിഷേധം ഈ മിന്നൽ പ്രതിഷേധം പോലീസ് പ്രതീക്ഷിച്ചിരുന്നതല്ലേ? മിന്നൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് പെട്ടെന്ന് പ്രതീക്ഷയല്ല. കാരണം ഇവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധം, ഒരു ഉപരോധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് പെട്ടെന്ന് പ്രവർത്തകർ കൂട്ടത്തോടെ അകത്തേക്ക് കയറിയത്. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ DF ഓഫീസ് ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഈ അടഞ്ഞു കിടക്കുന്ന ഓഫീസിലേക്ക് പ്രവർത്തകർ കൂട്ടത്തോടെ കയറുകയും ഇത്തരത്തിലൊരു അക്രമം ഉണ്ടാവുകയുമായിരുന്നു. ഇപ്പോൾ നിലമ്പൂർ പാത ഇവിടെ ഉപരോധിക്കുകയാണ്. DMKയുടെ പ്രവർത്തകർ പുറത്തെത്തി ഉപരോധിക്കുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ DF ഓഫീസിന് മുന്നിൽ ഇതിലൊരു മറുപടി വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തുന്നത്. മണിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ വൈകി. കാരണം ഇന്നലെ രാത്രി 11 മണിയോടെ മരണം നടന്നതായിരുന്നു. അതിനുശേഷം എന്തുകൊണ്ട് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല? അതുകൊണ്ട് തന്നെ ഒരു അനാസ്ഥ ഇക്കാര്യത്തിൽ വ്യക്തമാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ PV അൻവർ പറഞ്ഞത്. അതിനുശേഷം ആണ് ആ ഉപരോധം തുടരുകയാണ്. ഈ പ്രതിഷേധം ഇതുപോലെ കടുത്തത്. ഹാഷ്മി, കട്ടൻ ആക്രമണത്തിലാണ് ആദിവാസി യുവാവ് മണി മരിച്ച സംഭവത്തിൽ പി വി അൻവർ നേതൃത്വത്തിൽ DMK DF ഓഫീസ് ഉപരോധിച്ചത്. പെട്ടെന്ന് DF ഓഫീസിൻ്റെ കസേരകളും കതവുകളുമൊക്കെ തകർത്ത് പ്രവർത്തകർ അകത്തേക്ക് ഇരിച്ചു കയറി. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. DMK പ്രവർത്തകർ ഓഫീസിൻ്റെ പൂട്ട് പൊളിച്ചാണ് ഓഫീസിനകത്ത് കയറിയത്. നേരത്തെ പി വി അൻവർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ആദ്യം നടത്തിയിരുന്നു. അത് ഈ 4 മണിക്കൂറോളം വൈകി. അത് വനം വകുപ്പ് നടത്തിയ കൊലപാതകമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് പി വി അൻവർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഒരു മനുഷ്യജീവൻ ഇവിടെ ഈ കോലത്തിൽ ഒരു ആന ചവിട്ടി അരച്ചിട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട്, ഒരു ഇടപെടൽ ഒരു സർക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ ഈ അങ്ങാടിയിലൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ വില ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സർക്കാർ കണക്കാക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബോഡി, ഈ മണിയുടെ ശവശരീരം കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുന്നത്. DMK പ്രവർത്തകരുടെ പ്രതിഷേധമാണ് DF ഓഫീസിലേക്ക് നടത്തിയത്. അതിൻ്റെ കതവുകളൊക്കെ പൂട്ടുപൊളിച്ചായിരുന്നു DF പ്രവർത്തകർക്ക് കയറിയത്. വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, അവിടെ പ്രതിഷേധം തുടരുകയാണോ? പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ടോ? വിപിൻ, ഈ ആശുപത്രിയുടെ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ കുറച്ച് മുൻപാണ് പി വി അൻവർ പറഞ്ഞത്. ഇപ്പോൾ പ്രവർത്തകർ ഒന്നാകെ ആ ഭാഗത്തേക്ക്, അതായത് പോസ്റ്റ്മോർട്ടം നടക്കുന്ന ജില്ലാ ആശുപത്രിയാണ്, അപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് അങ്ങോട്ടേക്ക് മാർച്ചായിട്ട് പോവുകയാണ്. ഈ ഒരു പ്രതിഷേധത്തിന് ശേഷം അവർ കൂട്ടത്തോടെ തന്നെ അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റേ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. ഇവർ ഈ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ഇതെല്ലാം ഈ കസേര ഉൾപ്പെടെയുള്ളവ തകർക്കുകയും അതിനുശേഷം ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ജില്ലാ ആശുപത്രിയുടെ ഭാഗത്തേക്ക് പ്രവർത്തകർ ഒന്നാകെ പോവുകയും ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ MLA പറയുന്നത് ഇത് ഒരു ഉൾവനമാണ്, പക്ഷേ അവിടെ ജനങ്ങൾ താമസിക്കുന്ന, ഇപ്പോൾ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ വന്നാൽ പോലും അവയെ കാണുന്നതിനുള്ള ഒരു സൗകര്യം അത് അടിക്കാട് വെട്ടിയാൽ മാത്രം, ഇവർ പോകുന്ന വഴിയിലെ അടിക്കാട് വെട്ടിയാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ വനംവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ അടിക്കാട് വെട്ടാൻ പോലും അവർ തയ്യാറാവാത്തത് കൊണ്ടാണ് മൃഗങ്ങൾ വന്നാൽ അതിന്റെ ഒരു വിസിബിലിറ്റി ഇവിടുത്തെ ആദിവാസികൾക്ക് ഇല്ലാതെ പോകുന്നത്. അങ്ങനെ കണ്ടാൽ രക്ഷപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊന്നും വനംവകുപ്പ് ചെയ്യാത്തത്? ഇത് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന അത്ര പരിഗണന പോലും ജനത്തിന് ഇവിടെ ലഭിക്കുന്നില്ല. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ പി വി അൻവർ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അതിന്റെ ഒരു ഇരയായി മാറിയിരിക്കുകയാണ് മണി എന്നുള്ളതുമാണ് പറയുന്നത്. പ്രവർത്തകർ ഇപ്പോൾ ജില്ലാ ആശുപത്രി മേഖലയിലേക്ക് നീങ്ങിയിരിക്കുന്നു. അശ്വി, ഇത് ആവർത്തിക്കുകയാണ്. പി വി അൻവറും DMKയും പറയുന്നത് വസ്തുതയാണ്. ഇത് ആവർത്തിക്കുകയാണ് കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങൾ. മരിച്ചുപോകുന്ന നിസ്സഹായ മനുഷ്യർ. എൽദോസ്, അമറിലാഹി, ഇന്ന് മണി. കഴിഞ്ഞ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാട്ടാന തന്നെ ചവിട്ടിക്കൊന്ന മനുഷ്യരുടെ അവസ്ഥയാണ്. നേരത്തെ പി വി അൻവർ പറയുന്നത് പോലെ അത്യന്തം ദാരുണമാണ്. എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾക്ക് ഒരു നോക്ക് പോലും കാണാൻ കഴിയാത്ത വണ്ണം കയ്യും കാലും തലയും ഒക്കെ അറ്റ അല്ലെങ്കിൽ ചതഞ്ഞരഞ്ഞ് വല്ലാത്ത അവസ്ഥയിലാണ് ആ മൃതദേഹങ്ങളൊക്കെ കിട്ടുന്നതും. അപ്പോൾ ഇത് അങ്ങനെ ഇതൊരു പ്രതിഷേധമായി ഏറ്റെടുത്ത തുടർ പ്രതിഷേധങ്ങൾക്ക് പി വി അൻവറിന് ആലോചനയുണ്ടോ? DMKക്ക് ആലോചനയുണ്ടോ? വിപിൻ,
കഴിഞ്ഞ 3 ദിവസമായി വനം നിയമ ഭേദഗതിക്കെതിരെ ഒരു യാത്ര PV അൻവർ നടത്തുന്നുണ്ട്. അതിന്റെ സമാപനം ഇന്ന് എടക്കരയിൽ നടക്കാനിരുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ അതിന്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് DFO ഓഫീസ് ഉപരോധിക്കുന്നു എന്നുള്ളത്. ആദ്യം പറഞ്ഞിരുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതായിരുന്നു. പിന്നീടാണ് DFO ഓഫീസ് ഉപരോധിക്കുന്നു എന്നുള്ള കാര്യം നമ്മളൊക്കെ അറിയുന്നത്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഈ നോർത്ത് DFO ഓഫീസ് പ്രവർത്തകർ ഉപരോധിക്കുന്നത്. DMKയുടെ പ്രവർത്തകർ എത്തി അവിടെ ഉപരോധിക്കുന്നത്. അപ്പോൾ DFO എത്തണം, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വേണം. കാരണം അദ്ദേഹം പറയുന്നത് 9 ദിവസത്തിനിടെ 6 ജീവനുകളാണ് ഈ വന്യമൃഗ ശല്യത്തിൽ പൊലിഞ്ഞത്. അപ്പോൾ ഇനി ഇക്കാര്യത്തിൽ എന്താണ് നിലമ്പൂർ DFOയുടെയൊക്കെ തീരുമാനമെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ അവിടുന്ന് പോവുകയുള്ളൂ. അതിനി ഒരു ദിവസമായാൽ പോലും അങ്ങനെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധ സമരം തുടങ്ങിയത്. അത് പെട്ടെന്നാണ് ഒരു അക്രമ സ്വഭാവത്തിലേക്ക് മാറുന്നത്. പ്രവർത്തകർ കൂട്ടത്തോടെ തന്നെ അകത്തേക്ക് കയറുകയും ട്യൂബ്ലൈറ്റും കസേരയും മേശയും ഉൾപ്പെടെയുള്ളവ തകർക്കുകയും ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോവുകയും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയുമാണ്. ഇനിയിപ്പോൾ അപ്പോൾ ഈ പ്രതിഷേധം പെട്ടെന്ന് അവസാനിപ്പിക്കില്ല, അല്ലെങ്കിൽ ഈ വിഷയം പെട്ടെന്നാണ് ഒരു പക്ഷേ എന്താണ് കസേരകൾ തകർക്കുന്ന രീതിയിൽ പ്രതിഷേധം മാറിയത് പെട്ടെന്നാണ്. പക്ഷേ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് യുക്തിസഹമാണ്, അത് ശരിയാവണ്ണം തന്നെ സർക്കാർ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളുമാണ്.